ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള റിബൺ വെച്ചിട്ടുള്ള വേറൊരു എംബ്രോയിഡറി സ്റ്റിച്ചിനെ കുറിച്ചാണ്. ഇതാ രണ്ടു തരത്തിലുള്ള റിബൺ ഉണ്ട്, വീതി ഉള്ളതും വീതി കുറഞ്ഞതും. നമ്മളിപ്പോ വീതി ഉള്ളത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പേരാണ് സ്റ്റാർ റോ സ്റ്റിച്ച്. നമ്മുടെ മക്കളുടെ ഉടുപ്പിലും മിഡി ടോപ്പിലും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് സ്റ്റാർ റോ സ്റ്റിച്ച്. അതിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. ഇത് താഴ്ത്തുനിന്ന് കുത്തിയെടുക്കുക. നല്ല ഭാഗം കാണുന്ന വിധത്തിൽ വേണം വെക്കാൻ. ഇതാണ് ഇതിന്റെ നല്ല ഭാഗം, മിനുസുള്ള ഭാഗം. അതിനുശേഷം ഒരു 2 ഇഞ്ച് വിട്ടിട്ട് കുറച്ച് വിട്ടിട്ട് സ്ട്രെയിറ്റ് ലൈനിലായിട്ട് കുത്തിയെടുക്കുക. നൂല് മാത്രം കുത്തിയെടുത്ത് പിറകോട്ട് ഇങ്ങനെ കുത്തി ഒന്ന് വിട്ട് കുത്തിയെടുക്കുക. ഇങ്ങനെ ഇടവിട്ടിട്ട് റണ്ണിങ് സ്റ്റിച്ച് മാതിരി ചെയ്തു കൊടുക്കുക. അതിനുശേഷം അതിന്റെ അടുത്ത് വെച്ച് കുത്തി താഴ്ത്തിക്കാക്കുക. എന്നിട്ട് മെല്ലെ സൂചി ഇങ്ങനെ തിരിച്ചിട്ട് താഴ്ത്തിക്കെടുക്കുക. മുഴുക്ക തിരിച്ചു വലിക്കരുത്, മെല്ലെ തിരിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് നല്ല ഭംഗിയുള്ള റോസ് ഇവിടെ കിട്ടും. അതാണ് സ്റ്റാർ റോ സ്റ്റിച്ച്. ഇതാ നല്ല ഭംഗിയുള്ള റോസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. മുഴുക്ക വലിച്ച ഇത് മുഴുവനായിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. അതില്ലാണ്ട് പാകത്തിനാക്കിയിട്ട് അവിടെ നിർത്തുക. ശേഷം വീണ്ടും അടുത്ത് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ റിബൺ നീളനെ പിടിച്ച് ഇങ്ങനെ കുത്തി റണ്ണിങ് സ്റ്റിച്ച് ബാക്കിലോട്ട് ചെയ്യുക. അതിനുശേഷം മെല്ലെ കുത്തി താഴ്ത്തുക. എന്നിട്ട് മെല്ലെ വലിച്ചെടുക്കുക. വലിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വലിക്കണം. മുഴുവനായിട്ടും വലിക്കരുത്. പാകത്തിനായി നിർത്തുക. അപ്പൊ നല്ല ഭംഗിയുള്ള റോസ് കിട്ടും. ഇങ്ങനെ തുടർന്ന് ചെയ്തു പോരും. നമ്മുടെ മക്കളുടെ ഉടുപ്പിലൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നല്ല ഭംഗിയോടുകൂടി ഉണ്ടാവും. അപ്പൊ ഞാൻ ചെറിയൊരു ഡിസൈൻ ഇതിന്റെ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ചെറിയൊരു ഡിസൈനാണ് കാണിച്ചിരിക്കുന്നത്. ചെറിയൊരു ഫോട്ടോ ഫ്രെയിമില് നമ്മുടെ സ്റ്റാർ റോ സ്റ്റിച്ചാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയായി മക്കളുടെ ഉടുപ്പില് യോക്ക് പാട്ടിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ച് പിടിപ്പിക്കണം. തിക്കായിട്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോ എന്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായി കാണുന്ന എല്ലാവരും
തുടർന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.